എന്തരുത് ഇതൊരു നടക്കി പോകൂല ഗൈസ്. കണ്ണടച്ചോ. ഹലോ മാമ വന്നാ? ദാ വരണ. ഓക്കെ മാളു ഇങ്ങനെ തേക്കരുത്. ഇങ്ങനെ ഇട്ട ഫൗണ്ടേഷൻ എല്ലാം പോവും. എന്നാ ലിപ് ബാം തുടച്ചടാം. ലിപ് പോ അമ്മ. ലിപ്സ്റ്റിക് ഓക്കെ. മൊത്തത്തിൽ ഉണ്ടായിരിക്കോ? മൊത്തം സെറ്റിംഗ് സ്പ്രേ അടിക്കണം. അവിടെ ഭയങ്കര കുശി ബാക്കിൽ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ ആദ്യത്തെ ലോങ് ഗെറ്റ് റെഡിയാണ്. ഷോർട്ട് ഞങ്ങൾ ഒരുമിച്ച് ലൈക്ക് ഫാമിലി ആയിട്ട് ചെയ്തോളൂ. ഇന്ന് നമ്മൾ ഗെറ്റ് റെഡിയാണ്. ഇന്ന് എൻ്റെ ഫ്രണ്ട് ഗോപികയുടെ ചേൻ്റെ കല്യാണമാണ്. സോ ഞാനും മാളും അമ്മയും അക്കു അബി നമ്മളെല്ലാവരുടെ കല്യാണത്തിന് പോവാണ്. സോ നമ്മൾ ലെറ്റ്സ് ഗെറ്റ് റെഡി, കമോൺ. അപ്പം നമ്മൾ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ തലയിൽ ഉറയൊക്കെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. സോ ആദ്യം ഞാനും ഇവളൂടെ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യമാണ് സൺസ്ക്രീൻ. ഇപ്പം നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും കുറേ നാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുഖത്ത് കുരു ഉണ്ടല്ലോ, അതെന്ത് പോകാത്ത, കുരുവിൻ്റെ പാട് പോകാത്തെന്നു. ഗൈസ് അവൾക്ക് PCOD, തൈറോയിഡ് അങ്ങനെ കുറേ ഹോർമോണൽ ഇഷ്യൂസൊക്കെ അവൾക്കുണ്ട്. പിന്നെ അവൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റോ അങ്ങനെ ഒരു കാര്യം അവൾ ചെയ്യൂല. ഇവിടെ ബേക്കറി പലഹാരങ്ങളുടെ അയ്യര് കളിയാണ് ഇവളും അമ്മയും കൂടെ അങ്ങോട്ട് മാറുന്നത്. ഇന്ന് ചായക്ക് വഴക്കപ്പം നാളെ നമുക്ക് ബോണ്ട തിന്നല്ല, ഉള്ളിവട എങ്ങനെ മൂക്ക് വഴി കയറ്റാൻ വഴി സ്പേസ് ഇല്ലെങ്കിൽ എന്നുള്ള ഒരു സംഭവമാണ് ഇവർക്ക്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ എത്ര പുറമേ സ്കിൻ കെയർ എന്ന് പറഞ്ഞാലും നമ്മൾ അകമേ നല്ല രീതിക്ക് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം വരും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. സോ പക്ഷേ ഇവള് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ പറയുന്ന സാധനം കറക്റ്റായിട്ട് ഉപയോഗിക്കും. അതിലെനിക്കൊരു ലൈക്കില്ല. ഇപ്പം ഞാൻ പറയും ഈ മോയ്സ്ചറൈസർ ഇട്ടാൽ മതി, ഇന്ന ഇട്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റായിട്ട് ഉപയോഗിക്കും. സോ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് എടുക്കുമോ? സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന അവിടെ സ്പ്രേയും ഞാൻ ഈ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. കാണിച്ചാൽ യൂസ് ചെയ്ത് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. അതായത് എനിക്ക് ബോഡിയിൽ കണ്ണീവനായിട്ട് ടാൻ വരുന്നത് കയ്യിൽ കാലിലൊക്കെ. അപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ. സൺസ്ക്രീൻ ഇപ്പോൾ പല ടൈപ്പിൽ പല ഫോമിൽ അവൈലബിൾ ആണ്. എന്നാലും ഒരു അടിപൊളി ഫോമാണ് ഈ ഒരു സ്പ്രേ ഫോം എന്ന് പറയുന്നത്. അതിനകത്ത് ഡോക്ടർ ഷെത്തിൻ്റെ ഹൽദി ആൻഡ് ഹയർലോണിക് ആസിഡ് സൺസ്ക്രീൻ സ്പ്രേ ആണ് ഗൈസ്. അതിൻ്റെ നോക്കണേ ഈ ഫെദർ ലൈക്ക് വാട്ടർ ടെക്സ്ചറാണ്. പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. 24 hours ഹൈഡ്രേഷനുണ്ട് ആൻഡ് നോൺ സ്റ്റിക്കി ആണ്. ജസ്റ്റ് ഒന്ന് സ്പ്രേ കൊടുത്തിട്ട് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്തോളും. SPF 50 വരുന്ന PA++++ വരുന്ന സൺസ്ക്രീൻ ആണ്. UV ആൻഡ് UV ലൈറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ബ്ലൂ ലൈറ്റിൽ നിന്ന് ആൻഡ് IR നിന്നും പ്രൊട്ടക്ഷൻ ഉണ്ട്. എവിടെ വേണോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മേക്കപ്പിന് ശേഷവും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴൊക്കെ തോന്നും അപ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് നോക്കുകയാണെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെ ഹെൽത്തി ഹയർലോണിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ B ആൻഡ് E ആണ്. സീരിയസ്ലി ഈ ഒരു സ്പ്രേ ഫോം എന്ന് പറഞ്ഞാൽ സീരിയസ്ലി നമുക്ക് എല്ലാവർക്കും ഭയങ്കര കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ ഈസിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ റീഅപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് എനിക്ക് സ്പ്രേ ഫോം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസിൽ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മേക്കപ്പിനെ ബാധിക്കില്ല, ഒരു രീതിക്കും ബാധിക്കാത്ത ഒരു അടിപൊളി ഫോമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കാണിച്ചു തന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷം വരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഷെറ്റ്സിൻ്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ C ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ. 6 hours അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. UV ആൻഡ് ടാൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. വൈറ്റ് കാസ്റ്റ് തീരെ തന്നെ ഇല്ല ഗൈസിൻ്റെ 7 ഇലത്തൂടെ പോയിട്ടില്ല. SPF 50 വരുന്നുണ്ട്. PA++++ ഉള്ള സൺസ്ക്രീൻ. UV ആൻഡ് UV ലൈറ്റ് എന്നുള്ള ബ്ലൂ ലൈറ്റിൽ നിന്നൊക്കെയുള്ള പ്രൊട്ടക്ഷൻ. ഇപ്പം ഒരുപാട് വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം അവരുടെയൊക്കെ സ്കിൻ ബാരിയർ പോയി കാണാം. അങ്ങനെ സ്കിൻ ബാരിയർ ഒക്കെ പോകുന്നവർക്ക് സെറാമൈഡ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇച്ചിങ് ഉണ്ടാവില്ല. സ്കിൻ റിപ്പയറിന് അടിപൊളിയാണ്. വൈറ്റമിൻ C വരുന്നുണ്ട്, തന്നെ ബ്രൈറ്റനിങ് ഹെൽപ്പ് ചെയ്യും. ഹയർലോണിക് ആസിഡ് വരുന്നുണ്ട് ഹൈഡ്രേഷന് വേണ്ടിയിട്ട്. സോ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാനുള്ള സൺസ്ക്രീൻ ആണ്. പിന്നെ നിങ്ങൾ ഗ്ലാമി 2024 എന്നുള്ള കോഡ് ഡോക്ടർ ഷെത്തിൻ്റെ വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് 20% ഓഫ് ഡോക്ടർ ഷെത്തിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. അതും ചെക്ക് ചെയ്ത് നോക്കാം. സോ ഈ 2 പ്രോഡക്റ്റിന് ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇപ്പം ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ലൈക്ക് വാങ്ങണ്ടായിരുന്നു എന്ന് റിഗ്രറ്റ് ചെയ്യില്ല. കാരണം അത്രയ്ക്ക് അടിപൊളി സാധനമാണ്. സോ സ്പ്രേ നിങ്ങൾ വാങ്ങിച്ച് വെച്ചോ ഗൈസ്. കാരണം നിങ്ങൾക്ക് അങ്ങനെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അൺഈവൻ സ്കിൻ ടോൺ വരില്ല. കാരണം എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ സ്പ്രേ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് യാതൊരു വക സൺടാനും വരില്ല. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. പൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. സോ ഗൈസ് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് കഴിഞ്ഞു. ആക്ച്വലി ഞാൻ സ്ട്രോപ്പ് ക്രീമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾറെഡി രണ്ടുപേരും സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്ട്രോപ്പ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല.
സോ നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മാളൂനും എനിക്കും ലൈക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഉള്ള ഗൈസ്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലൊക്കെ വരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോരോ പ്രോഡക്റ്റ് ലൈക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഇത് അറിയാമോ, ഇത് ഞാൻ പറഞ്ഞുതരാം. മേക്കപ്പിനെ കുറിച്ച് മാളൂന് യാതൊരു ഐഡിയ ഇല്ല. ഫൗണ്ടേഷൻ ഇടുമെന്ന് അറിയാം, പക്ഷെ അവൾ ഫൗണ്ടേഷൻ ഇടാറില്ല. മോയ്സ്ചറൈസ് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കും. അവിടെ ഒരു ടിൻ്റ് ഉണ്ട്, ആ ടിൻ്റ് എടുത്തിട്ടുണ്ട്. ടിൻ്റ്, ലിപ്സ്റ്റിക്ക്, ഇതാണ്. മസ്കാര ഇടുമല്ലേ നീ, ഇടും, അല്ല വേറെ ഒന്നുമില്ല. എന്നാൽ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കും. അതാണ് മെയിൻ പരിപാടി എന്ന് പറയണത്. സോ അപ്പം നമ്മൾ ഇത് ആദ്യം കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. കളർ കറക്റ്റർ യൂസ് ചെയ്യണത് ഈ മുഖത്ത് നമ്മുടെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അപ്പം എൻ്റെ ഫേസിൽ അങ്ങനെ അറിയാൻ പറ്റില്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ. ഈ ലൈക്ക് അവളുടെ 2 കവിളിൻ്റെ ജോലൈൻ്റെ സൈഡിൽ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്ന കുരു പോയതിൻ്റെ കറുത്ത പാണ്ട. അപ്പോൾ അത് മായ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പീച്ച് കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കളർ കറക്റ്റർ അപ്ലൈ ചെയ്യാം. അപ്പോൾ കയ്യിലെടുത്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്, കാരണം ബ്രഷ് എല്ലാം കഴിവിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്രഷും ഇല്ല, സ്പഞ്ചുകൾ മാത്രമേ ഉള്ളൂ. സോ നമ്മളുടെ കൈ കഴിഞ്ഞിട്ട് സ്പഞ്ച് വേണ്ട, ഇപ്പം സ്പഞ്ച് അങ്ങ് പോയി. ഈശ്വര, ഇത് എന്തൊരു സ്പഞ്ച് വയ്ക്കാൻ പറയുമ്പോൾ കണ്ണാടിയും കൂടെ വയ്ക്കണം. അതാ നോക്കോ, ഞാൻ കാണിക്കണക്ക് നോക്കിയോ. കണ്ണിൻ്റെ താഴെ 2 ഡോട്ട്, പിന്നെ കറുത്ത പാടുള്ളടുത്ത് ചെറുതായിട്ട്. അത് തികയില്ല, അറിയാം. കുറച്ച് ഇങ്ങനെ, എന്നിട്ട് ഡാബ് ചെയ്ത് കൊടുക്കണം. ചെയ് സമയമില്ല. അങ്ങനെ തന്നെ. ഓ ഗൈസ്, ഇന്നത്തോടെ എൻ്റെ പീച്ച് കളർ ഒരുപാട് വരുത്തി വയ്ക്കല്ലേ ഒരു സ്ഥലത്ത്. നമുക്ക് ഓറഞ്ച് ഇടാം, ലൈക്ക് റെഡ്നെസ് ഉണ്ടെങ്കിൽ ഗ്രീൻ ഇടാം. പക്ഷേ പീച്ച് ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രലാണ് ഗൈസ്. കൂടിപ്പോയാലും കുഴപ്പമില്ല, സീനില്ല. പക്ഷെ ഓറഞ്ചൊക്കെ ഇട്ടാൽ നമ്മുടെ മുഖം ഭയങ്കര മഞ്ഞ കളറിൽ നിൽക്കും. ഒരുപാട് വാരി ഇടല്ലേ വേണു. അയ്യോ, തേച്ച് പറ്റിക്കണ്ട, ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പം ആ പഴഞ്ചൊല്ലി ഞാൻ ഓർക്കുന്നു. ഇനി ഇത് നമുക്ക് ഈ സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പണ്ടായ ചിരിക്കരുത്, കണ്ണടാ. ഇത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഒരു ലോഡ് കളർ കറക്റ്റർ അരി ഇട്ടുകൊണ്ടിരിക്കണം. നിന്റെ ആക്രമണത്തിന് എന്നെ കുത്താന്തിരി പിടിച്ച് ചുമ്മാ വയ്ക്കൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കളർ കറക്റ്റർ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ കൺസീലറോ ഫൗണ്ടേഷനോ എന്തുവാണോ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച്. ഇപ്പോൾ എനിക്ക് ലൈക്ക് കളർ കറക്റ്റർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ സ്കിന്ന് ഓക്കെ ആണ്. അപ്പം ഞാൻ ഇനി ഒരു ചെറിയ ഒരു ഫൗണ്ടേഷൻ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒരു കൺസീലർ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് മാളൂൻ്റെ ആണ്. ഇത് ഡിയോറിൻ്റെ ഫോർഎവർ ഗ്ലോ വെൽ 24 ഹൈഡ്രേറ്റിംഗ് റേഡിയൻ പ്രൈമർ പ്ലസ് കോൺസെൻട്രേറ്റിംഗ് സ്കിൻ ഗ്ലോ. ഇതാണ് എന്തൊക്കെയുണ്ട് ഇത്, ലൈക്ക് ഒരു കൺസീലർ പോകണ്ട. ആക്ച്വലി എനിക്കിത് എങ്ങനെ വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ വാങ്ങിച്ചപ്പം ഈ സാധനം കൂടെ ഫ്രീ വന്നു. അത് എനിക്കൊരു മാറിയുണ്ട്, അവർ അയച്ചാണ്. എന്തോ ഞാൻ ഡിയോറിൻ്റെ ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല, പക്ഷെ എന്തോ ഒരു സാധനം വാങ്ങിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇതുകൂടെ വന്ന്. അപ്പോൾ ഭാഗ്യത്തിന് ഇതുണ്ട്, എല്ലാ ലൈക്ക് കളേഴ്സും ഉണ്ട്. അപ്പം മാളൂന് നമുക്ക് ഇട്ട് നോക്കാം ഇതിലേത് കളർ ചേരുമെന്നുള്ളത്. ആക്ച്വലി ഭയങ്കര തിക്കാണ് ഗൈസ്. മാളൂൻ്റെ ഓയിലി സ്കിൻ. പിന്നെ പ്രൈമറൊന്നും നമ്മൾ ഇട്ടില്ല, കാരണം മാളൂന് പറ്റിയ പ്രൈമർ എൻ്റെ ഇല്ല. കുരു പൊട്ടി എൻ്റെ കയ്യിലായിരുന്നു. ഇല്ല, സൈഡ് തിരിഞ്ഞാണ് അങ്ങോട്ട്. ഓ ഗൈസ്, ഇത് ഓക്കെയാണ്. അവൾ അത് ചെയ്യുമ്പോൾ നമുക്ക് മിൽക്കിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ വളരെ കുറച്ച്, കാരണം മിൽക്ക് ഉണ്ടല്ലോ, നോ മേക്കപ്പ് ലുക്കിന് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി പ്രോഡക്റ്റാണ്. നോ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താ കഴുത്തിൽ അപ്ലൈ ചെയ്യണം. ഇത് ഗെറ്റ് റെഡി അല്ല ഗൈസ്, ഇത് ഞാൻ പഠിപ്പിച്ചെടുക്കണേന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതേ കണക്കത്തെ സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഒരു തുണി എന്തെങ്കിലും വെച്ച് തുടച്ച് കുറച്ചങ്ങ് എടുക്കണം, കാരണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോവും. പക്ഷേ ഇങ്ങനത്തെ സ്റ്റിക്ക് വരുമ്പോൾ അതാണ് പ്രശ്നം. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇനിയുണ്ടാ ഇത്രയാണുള്ളത്. പക്ഷേ ഭയങ്കര കിടിലം പ്രോഡക്റ്റാണ്. നോക്കിയിട്ട് നീ അപ്ലൈ ചെയ്തത് കുറച്ചുകൂടെ അപ്ലൈ ചെയ്യും. ഇത്ര ദാരിദ്ര്യം അതിന് അത് അവളെ ഷെയ്ഡ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ മുഖം ബ്ലെൻഡ് ചെയ്തെടുത്ത്. സോ എൻ്റെ പരിപാടി കഴിഞ്ഞ് മാളുവിൻ്റെ നോക്കട്ടെ ഇങ്ങോട്ട് തിരി, അങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരി.
ഓക്കെ ഗൈസ്, ഫേസ് ഓക്കെ ആണ്. നോക്ക് അങ്ങോട്ട് ക്യാമറ നോക്ക്, നീ ഇത് നോക്ക് അവരെയും കൂടെ. ഓക്കെ, ഫേസ് ഇപ്പോൾ ഓക്കെ ആണ്. ആൻഡ് ഇനി നമുക്ക് ലൈക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം മാളുവിന് പൗഡർ ആണോ ജെല്ലു ആണോ? ജെൽ ഐബ്രോസും ഉണ്ട്, പൗഡറും ഉണ്ട്. ഓക്കെ, മാളുവിന് പൗഡർ, എനിക്ക് ജെല്ല്. ഓക്കെ, നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടിൻഡ് ഇട്ട് കൊടുക്കാം. എന്നാ മാളുവിൻ്റെ ടിൻഡാണ് ഇത്. മാളു എനിക്ക് ഇതല്ലേ, ഇത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടിൻഡാണ്. റെയർ ബ്യൂട്ടി വേണോ? ഓക്കെ, അപ്പോൾ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് റെയർ ബ്യൂട്ടി ഇട്ട് കൊടുക്കാം. റെയർ ബ്യൂട്ടി ഇടുന്നതിന് മുമ്പ് ഐ മേക്കപ്പ് ചെയ്യണം. സോറി, മറന്നുപോയി ഗൈസ്. ഇത് ഹുഡയുടെ ഞാൻ ഇന്നാളെ വാങ്ങിച്ച ഐഷോഡോ പാലറ്റാണ്. ഇത് വെച്ചിട്ടാണ് ഐ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ബ്രഷിൻ്റെ ലൈക്ക് സാധനങ്ങൾ കുറവായതുകൊണ്ട് രണ്ടുപേരും അപ്പോഴപ്പോഴാണ് ചെയ്യണം. ആളും ഞാൻ ചെയ്യണ കളർ എടുത്ത് ചെയ്യണം നോക്കുവാണേ. ലൈക്ക് ഞാൻ ഈ ഒരു ഡാർക്ക് ബ്രൗണും ഈ ലൈറ്റ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഗൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ താണ്ട ഇങ്ങനെ തൂത്ത് കൊടുക്കണം, കണ്ട. എൻ്റെ ഡ്രസ്സ് എന്ന് പറയണത് ഒരു യെല്ലോ ഡ്രസ്സ് വന്നിട്ട് ഗോൾഡൻ കുറച്ച് ഇതുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഗോൾഡൻ ആയി കൊടുക്കാമെന്ന്. നിൻ്റെ എന്തോ ഡ്രസ്സ്? മാളുടെ ഒരു പിങ്ക്, വെള്ളയും പിങ്കൂടെ ഡ്രസ്സ് വന്നത് അതാണ്. അപ്പം ഞാൻ എന്താ കുറച്ച് ഗോൾഡ് കണ്ടാ കൊടുക്കണോ? നിന്റെ അടുത്താണ്, നിനക്ക് ചെവി കേട്ടൂടെ മാളു? എന്തിന് നോക്കങ്ങോട്ട് ഗൈസ്. ദാ ഞാൻ കുറച്ച് ഗോൾഡൻ ടിൻഡ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്ത് കൊടുത്തു, കണ്ണടച്ചു. രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ആദ്യം ഇട്ട് കൊടുക്കണത്. അവൻ്റെ ഡ്രസ്സ് പിങ്ക് ആയതുകൊണ്ട് ഇതേപോലെ ഒരു പിങ്ക് ഷിമ്മറി, കണ്ണടച്ചോ, പിങ്ക് ഷിമ്മറി ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് കൊള്ളാം. രണ്ട് കളറായി പോയാ കണ്ണടച്ചാ ഇതൊരു നടക്കി പോകൂല ഗൈസ്. കണ്ണടച്ചോ, പുറത്തോട്ട് തിരി മാളൂ. എടി ഇങ്ങോട്ട് തിരിയടി. ഒരു കാജൽ എടുക്കണുണ്ട്, അതെടുത്ത് നോക്കി കണ്ണിൻ്റെ മുകളില്. എടി എന്തേലും പറ മാളൂ. എന്തേലും ഞാൻ പൊട്ടനാ ചങ്കു കയറാം. ഇങ്ങോട്ട് നോക്ക് ഞാൻ ഇങ്ങനെ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കണം, കണ്ടാ. അത് കുഴപ്പമില്ല. കരി എന്തായാലും ആക്ച്വലി കരിയൊന്നും ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ബ്രഷ് കൊണ്ടുപോകണം കരി എടുത്തിട്ട് കാജൽ എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ലൈക്ക് ഇവിടെ യൂസ് ചെയ്യണമെല്ലാം പരസ്പരം എടുക്കണം എന്നാണ് തന്നെ. അപ്പം നോക്കിട്ട് ഓക്കെ, അത് അത്രയും മുകളിലാക്കിയിരിക്കുന്നു ഗൈസ്. സൈക്കോ കാണിച്ചു തരാം. ഒരു കാജൽ എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഞാൻ ചെയ്യണം എന്താ കാണിച്ചു തരാം. ഇത് തന്നെ അവർക്കും ചെയ്യാൻ പോണം. കുറച്ച് ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ചെയ്യുന്നു. ലൈക്ക് ഐലൈനർ പോലെ എഴുതുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു. നല്ലപോലെ എഴുതണ പോലെ എഴുതണം. ഒരു കാജൽ എടുത്തിട്ട് എന്നിട്ട് നല്ലപോലെ കണ്ണട. നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം എടുപിടി എന്ന് പറഞ്ഞ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ തരാം, ബാക്കി എല്ലാം തീർന്നു ഗൈസ്. അതുകൊണ്ടാണ്. അപ്പം ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി മാളും മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കും. ബ്ലഷ് ഇടുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു, ഷടപടയുന്നു പോകുന്നു ഗൈസ്. കാരണം എനിക്ക് ഇത് മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചിയുടെ അടുത്തോട്ട് പോകണം. അങ്ങനെ അവിടെ ഓട്ടോ വന്ന് വെയിറ്റ് ചെയ്യാണ്. കാരണം അങ്ങോട്ട് ബസ്സില്ല പോകാൻ വേണ്ടിയിട്ട്. എന്നാ ഓക്കെ മാളു, ഇങ്ങനെ തേക്കരുത്. ഇങ്ങനെ ഇട്ട ഫൗണ്ടേഷൻ എല്ലാം പോവും. ഉണ്ടോ ഗൈസ്? ഞാൻ കുറച്ച് ബ്രഷ് ടിൻഡ് എടുക്കുന്നു, ചിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പിക്ക് ബ്രഷ് വേണ്ടെന്ന് ഏതാ ഗൈസ്? എൻ്റെ അമ്മ ഇവിടെ വിളിക്കുന്ന അപ്പിന്ന്. അത് ഏത് ഭാഷയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഒരു വേറെ വല്ലത് ഉദ്ദേശിച്ചാണ് വിളിക്കണേ ഞാൻ യോജിക്കുന്നു. അത് നീ ഇതും അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ ലിപ് ബാം തുടച്ചടാം. അമ്മ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഗൈസ്, ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു യെല്ലോ ഡ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിങ്ക് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യണത്. ആദ്യം ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. മാളു നിനക്ക് ലിപ് ലൈൻ ചെയ്യണം. ഓക്കെ,
കല്യാണം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ചെയ്യാനുള്ള സെറ്റിംഗ് സ്പ്രേ നമുക്ക് ലാസ്റ്റ് അടിക്കാം. ഇപ്പം ഇത് കുറച്ചൊന്ന് സെറ്റ് ആവട്ടെ. ഓക്കെ, ഇതാണ് നമുക്ക് കാണീര് നമ്മുടെ ലുക്ക്. ഇത്രയേ ഉള്ളൂ ലുക്ക്. നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തില്ല. ഇപ്പം തന്നെ പറയുന്നത് എന്തൊരു പുട്ടിയെന്ന്. നല്ലൊരു ഇന്ന കൊച്ചിനെ ഞാൻ മേക്കപ്പ് ഇട്ട് തുളച്ചെന്നൊക്കെ പറയാം. ഓഫ് കോഴ്സ് ഗൈസ്, എനിക്ക് ഭ്രാന്താണ്. എനിക്കിപ്പോൾ മേക്കപ്പ് ഇട്ട് തുളയ്ക്ക് എനിക്ക് ആകെ ഉള്ള 3 വിശേഷങ്ങൾ. ഒന്ന് എവിള് എന്ന് എൻ്റെ 2 പുറപ്പയ്യന്മാരാണ്. പിന്നെ വേറെ ആരും ഇല്ല എനിക്ക് മേക്കപ്പ് ഇട്ട് തുളയ്ക്ക്. സോ അപ്പം നമുക്ക് കിട്ടുമ്പോഴൊക്കെ അവരെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പോയി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരാം. സോ ഗൈസ് ബൈ. സോ ഗൈസ്, അങ്ങനെ ഞാൻ പോയി നിശ ചേച്ചിയുടെ അവിടെ പോയി തലയെ കെട്ടിക്കൊണ്ട് ഇത് ഇങ്ങോട്ട് എടുത്തിട് തലയെ കെട്ടിക്കൊണ്ടുവന്ന് ഇപ്പം മാളുവിൻ്റെ ആരാ എന്തോ കൊണ്ട് ഇങ്ങനെയൊക്കെ മുടി വെട്ടിച്ചത്. അവസാനം നമ്മൾ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഒരു നീണ്ട അടിക്ക് ശേഷം മാളുവിന് ആരോ പിടിച്ച് കടിച്ചു. മാളു മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ചോദിക്കുകയാണ് ഞാൻ കഴുകി കളയട്ടാന്ന്. ഗൈസ്, ഞാൻ ഇതിന് എന്താണ് പറയാനുള്ളത്? അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഇനി മുഖത്ത് ഉണ്ടായിരിക്കും. മുഖത്ത് സെറ്റിംഗ് സ്പ്രേ അടിക്കണം. അവിടെ ഭയങ്കര കുശി കുശിക്ക് ബാക്കിൽ മുഖത്ത് സെറ്റിംഗ് സ്പ്രേ കൂടെ അടിക്കുകയാണ്. സോ അത് കഴിഞ്ഞ് സെറ്റ് കണ്ണീര് കണ്ണടച്ചോ. ഞാൻ പോയ ബാക്കിലെല്ലാം കഴുകി കളഞ്ഞ. കാരണം ഞാൻ തലയിട്ടാൻ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു പോയിട്ട് വരുമ്പോഴത്തേല്ലാം കളഞ്ഞിട്ടിരിക്കുമെന്ന്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഇത്രയേ ഉള്ളൂ. നിനക്കൊന്നും ജീവയില്ല, ഇവർക്ക് ആർക്കും ജീവയില്ല. സോ ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബേബി.